അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ റൈറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വുഡൻ പീസാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലങ്ങ് പെയിൻറ്റ് ചെയ്യാമെന്ന് കരുതി. എൻ്റെ കയ്യിൽ ഈ ഒരു കളർ പെയിൻറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തു. പിന്നെ ഇതിൽ കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ എൻ്റെ പെയിൻറ്റിങ് ബ്രഷാണ്. അപ്പോൾ ഇതെടുത്തൊന്ന് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് അത് അപ്ലൈ ആയി വന്നു. പിന്നെ ഈ ബ്രഷ് കൊണ്ട് ചെയ്യുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഞാൻ ഫുള്ള് പെയിൻറ്റ് അതിലങ്ങ് എടുത്തൊഴിച്ചതിന് ശേഷം നമ്മൾ വലിയൊരു പെയിൻറ്റിങ് ബ്രഷ് എടുത്ത് അങ്ങ് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫുൾ പെയിൻറ്റ് ചെയ്തെടുത്തപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ലുക്ക്. പിന്നെ ഞാനിതിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ഒരു ഫെയറി ഡോറിൻ്റെ ഒരു മോഡലാണ്. പക്ഷേ എന്താവുന്നതെന്ന് അറിയില്ലായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഒപ്പിച്ച് അങ്ങനെ അടുത്തടുത്തൊക്കെ ഒട്ടിച്ച് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഒരു റൂഫ് ടോപ്പിനായിട്ട് കുറച്ച് മരക്കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതേ കണ്ടില്ല, അതിൻ്റെ ഒരു റൂഫിന് വേണ്ടിയിട്ടൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ശേഷം അതിൻ്റെ താഴെയും കൂടെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കൊരു ടെൻറ്റിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടി. പക്ഷേ ഗം ഉണങ്ങുന്നവർ നല്ലോണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നല്ല സ്ട്രോങ് ആയി. അതിനുശേഷം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് MCയിലെടുത്തു. ക്ലേ ഇല്ലാത്തതുകൊണ്ടാണ് MCയിലെടുത്തത്. നിങ്ങൾക്ക് ക്ലേ എടുക്കാം. അത് ഇത്തിരി എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം 3 സൈഡിലും ഇങ്ങനെ ഡിസൈൻ പോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ തന്നെ ഒരു ഫെയറി ഡോർ ലുക്ക് കിട്ടിയെന്നാണ് ഞാൻ തന്നെ വിചാരിച്ചത്. അതിനുശേഷം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫെതേഴ്സ് എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കിട്ടി കുറച്ച് പച്ചലയും കരിയിലേക്ക് എടുത്തു വെച്ചു. പിന്നെ സ്റ്റെപ്പിൻ്റെ മോഡൽ പോലത്തെ എന്തോ ഒരു സാധനം അതും ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം എന്തൊക്കെയോ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ തന്നെ ഒരു ക്യാറ്റ് എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു ഔളെന്നൊക്കെ പറയാം. അങ്ങനത്തെ എന്തോ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചു. പിന്നെയും കുറച്ച് കരിയെല്ലാം എടുത്തുകൊണ്ടൊന്ന് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എന്തൊക്കെയോ ഒരു ഫെയറി ഡോർ ലുക്ക് ഇപ്പോൾ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ടും എനിക്ക് തികഞ്ഞില്ല. പിന്നെയും കുറച്ച് സ്പേസ് ആ ബോർഡിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് എസ്തെറ്റിക് ആകട്ടെ എന്ന് കരുതി ചെയ്തതാണ്. എന്തൊക്കെയോ ആയിപ്പോയി. അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്ത് തന്നെ അവിടെ നിന്നൊക്കെ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ഫെയറി ഡോർ ലുക്ക്.